ഹായ് എവറി വൺ, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് ജൂലൈ തുടങ്ങിയിട്ടുണ്ട്. ജൂലൈ എനർജീസ് നമുക്ക് നോക്കി നോക്കാം. എന്താണ് ജൂലൈ മന്ത് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? വാർണിങ്സ് ആയിരിക്കാം, അഡ്വൈസസ് ആയിരിക്കാം, ബ്ലെസ്സിങ്സ് ആയിരിക്കാം, ലെസൺസ് ആണോ, പാസ്റ്റ് ലൈഫ് കർമ്മയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പേഴ്സൻ്റെ എൻട്രി ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി മാറുന്നതാണോ? എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇനി ജൂലൈയിലൊരു നടക്കാൻ പോകുന്നത്? ബിക്കോസ് 7 ആണ്, 7 മന്ത് അല്ലേ, 7th മന്ത് അല്ലേ? യെസ്, 7 എന്ന് പറയുന്നത് യൂണിവേഴ്സ് കോളിംഗ് ആണ്, പ്രകൃതിയുടെ നമ്പറാണ്, യൂണിവേഴ്സിൻ്റെ നമ്പറാണ്. ഇപ്പോൾ യൂണിവേഴ്സലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, മേ ബി നിങ്ങൾക്ക് പല ഹീലിങ്സ് പഠിക്കാനും അങ്ങനെ പല രീതിയിലും യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പല ഫാക്ടേഴ്സും ഇനി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നതായിട്ടാണ് ഈ 7 നമ്പർ കൊണ്ടുവരുന്നത്. ഓക്കെ, ആൻഡ് വീനസ് രാഹു കൺജങ്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ കർമ്മയ്ക്കാണ് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. റിലേഷൻഷിപ്പ് എല്ലാത്തിനും ക്ലാരിറ്റി കിട്ടും. ഇത്ര നാൾ നിങ്ങളെ പറ്റിക്കുകയോ ചതിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതായിരിക്കും? ക്ലാരിറ്റി. ഇവരെ കൂടെ നിൽക്കണോ, ഇവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും, അങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾക്ക് റിവീലായി തരും. ഓക്കെ, ലെറ്റ്സ് ചെക്ക്. ഇപ്പം നമുക്ക് എനർജി കട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് നോക്കാം എനർജീസ്. ഓക്കെ, ഒരു കാർഡ് വീണു. ചീറ്റിംഗ് എനർജിയാണ്, 7 ആണ്, 7 തന്നെയാണ് ഈ മന്ത്. 7 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നോക്കാം എന്ത് ചീറ്റിംഗ് ആണ്. ഹാങ്ഡ് മാൻ ആണ് നെക്സ്റ്റ് കാർഡ്. 8 ഓഫ് സോഡ്സ്. ഓക്കെ, ഇതിൽ ആരൊക്കെയോ വളരെയധികം വേദനിച്ച് മാനിപ്പുലേഷനിൽ നിന്ന് നിൽക്കുന്നവരുണ്ട് കേട്ടോ. പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 8 ഓഫ് കപ്സ്. ഇമോഷൻസ് ആണ് കൂടി നിൽക്കുന്നത്. നോക്കൂ, 1 7 7 8. ഇനി കപ്പ് തന്നെയാണോ നോക്കാട്ടോ. അതെ, ഇനി 4 കപ്പ്. 3 ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് വാൻസ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, മൂൺ കാർഡ്. വാവ്, 2 ഓഫ് കപ്സ് അതിനിടയിൽ വന്നിട്ടുണ്ട്. ദ മെജീഷ്യൻ. എനിക്കിത് റീഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എനിക്ക് സോളാർ പ്ലെക്സസിൽ പെട്ടെന്നൊരു ഒരു വൈബ്രേഷൻ വന്നു പോയിട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സോളാർ പ്ലെക്സസ് വയറ് സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഗട്ടിലൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്ന യൂണിവേഴ്സ് ഗട്ട് ഫീലിങ്സ് ഏറ്റവും കൂടുതൽ നമ്മൾ ഗട്ട് ഇങ്ങനെ പറയില്ലേ ഏത് ഫിലിമിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അടിവയറ്റിൽ ഇങ്ങനെ കത്തുന്ന പോലെ. കാരണം അത് നമുക്ക് ഹോർമോൺസ് ആണ് അവിടെ. നമ്മുടെ എന്താ തേർഡ് ഐയിലും ഉണ്ടല്ലോ വലിയൊരു ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ് ഗ്ലാൻഡ് എന്ന് പറയും. അപ്പോൾ ആ ഒരു ഗ്ലാൻഡാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പാസ്റ്റ് ലൈഫിലേക്കും നമ്മുടെ എല്ലാ രീതിയിലും എഫക്റ്റ് ചെയ്യുന്നത്. സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരുപാട് ഇമ്പോർട്ടൻസസ് ഉണ്ട്. ടാരോയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ എന്താണെന്നൊക്കെ പറയും. അപ്പോൾ സ്പിരിച്വലി പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ തേർഡ് ഐ ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അത് ആ ഒരു എനർജി ബാക്കിയുള്ള ചക്രാസിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ സോളാർ പ്ലെക്സസ് ചക്രയിൽ ഒരു വൈബ്രേഷൻസ് ഫീൽ ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സോളാർ പ്ലെക്സസിൽ ക്ലൻസിങ് നടക്കുന്നുണ്ടായിരിക്കാം. ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലൻസിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോയിലൂടെ, കാരണം ഞാനൊരു ഡിവൈൻ ഫെമിനിൻ എനർജിയാണ്. ഒരു 4 ഐ തിങ്ക് നിയർലി 6 years ആയിട്ട് ഈ സ്പിരിച്വൽ ജേർണിയിൽ അത്യാവശ്യമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഇന്നർ വർക്ക്സൊക്കെ അത്യാവശ്യം ചെയ്തത് കൊണ്ട് ആ എനർജിയാണ് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിലും ഹീലിങ്സ് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നുണ്ടായിരിക്കും. വീഡിയോ വരുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ മെസ്സേജസ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. എന്നെ 2-3 പേരൊക്കെ പറയാറുണ്ട്, വളരെ ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അവരെന്നെ ഡ്രീമിൽ കാണാറുണ്ട്. അത്ര വൈറ്റ് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതായിട്ട്, മേ ബി എൻ്റെ സോൾ പോയിട്ട് അവർ ഹീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് വളരെയധികം ഒരു സ്ട്രെങ്ത് കിട്ടാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. 2 പേരായി എന്നോട് ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് പറയും, 2 പ്രാവശ്യം ഒരാൾ കണ്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഹീലിംഗ് എനർജിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ജൂലൈ മന്ത് നോക്കിയാൽ, ജൂലൈ മന്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഫ്രോഡ് അലേർട്ട്സ്. യെസ്, ഇപ്പോൾ കുറേ ഫ്രോഡ്സൊക്കെ വരുന്നുണ്ട് ഫോണിൽ. അപ്പോൾ അങ്ങനത്തെ ഫോൺ കോൾസും പൈസ പോവാതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് അവരുമായിട്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ സമയത്ത് നമ്മുടെ ഹെഡ് മറന്നു പോകും, ലൈക്ക് ഒരു മറവി കൊണ്ടുവരും. കാരണം നമുക്ക് കർമ്മ അക്കൗണ്ട് ഉള്ളതാണ്. കാർമിക് അക്കൗണ്ട് അല്ലെങ്കിൽ അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾ പോലും നിങ്ങൾ ലൈഫിലേക്ക് കാണില്ല. അത് മൃഗങ്ങളായാലും പക്ഷികളായാലും നിങ്ങളോട് അക്കൗണ്ടുള്ള ആളുകൾ മാത്രമേ നിങ്ങളുടെ കൺമുമ്പിൽ വന്നു പോവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്നാൽ പോലും നിങ്ങൾ
ശ്രദ്ധിച്ച് പോകണമെന്നില്ല. മനസ്സിലായോ? അപ്പോൾ അക്കൗണ്ട് ഉള്ളവരാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഏറ്റവും കൂടുതൽ അക്കൗണ്ട് ഉള്ളത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സാണെന്ന് എപ്പോഴും ആലോചിക്കുക. കാരണം ഇത് അടുത്ത കാർഡ്സ് റീഡ് ചെയ്ത് വരുമ്പോൾ ഇത് പറയും. കാരണം അതെനിക്ക് ഫീൽ ചെയ്തു. 10 of Wands, 8 of Swords ഒക്കെയാണ്, 7 of Swords. നിങ്ങൾ ഇനിയും മറ്റുള്ളവരെ കൺട്രോൾ ജീവിക്കാതെ ഇരിക്കും. ഇത് കാണുന്നവർ മാരീഡ് ആയിട്ടുള്ള മാൻ ഉണ്ട്, മീൻസ് സ്ത്രീകളോ പുരുഷന്മാരോ അച്ഛനമ്മമാരോ കുട്ടികളോ ഉണ്ടെങ്കിൽ ആരും മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കുക. അത് നിങ്ങൾക്ക് വലിയൊരു കർമ്മ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ലൈഫ് ടൈമിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈഫ് ടൈമിലോ അതൊക്കെ ഇനി ക്ലിയർ ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് നല്ല ലൈഫിലേക്ക് പോകണമെങ്കിൽ. കാരണം നമ്മളാൽ ഒരു ജീവിയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കർമ്മ അവിടെ നോട്ട് ചെയ്ത് വെക്കും, തിരിച്ചത് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 7 of Swords, നിങ്ങൾക്ക് അർഹതയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഈ സോഷ്യൽ മീഡിയ കൂടുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരു പ്രവണതയാണ്, ഒരാൾ കാറ് വാങ്ങി എനിക്കും കാറ് വാങ്ങണം. നിങ്ങൾക്ക് കാറ് വാങ്ങണം, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം വാങ്ങാം. മനസ്സിലായോ? അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, വെറുതെ നിങ്ങൾ ഒരുപാട് എനർജി അട്രാക്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ വാങ്ങാം, അതെന്തും. അല്ലാതെ അതാണ് ഇന്നത്തെ കോട്ടും പറഞ്ഞത്, ഈഗോ വേണ്ട. ഈഗോ ആണ് ഇന്നത്തെ ജൂലൈ മന്തിൻ്റെ തീമായിട്ട് പറയും. അപ്പോൾ ഈഗോ പൊട്ടിക്കേണ്ട രീതിയിലുള്ള പല സിറ്റുവേഷൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കേസസോ കോർട്ട് കേസസൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഭാഗത്തായിട്ട് അവരിൽ നിന്ന് ചിലപ്പോൾ കുറച്ച് ചീത്തകളോ വിഷമിക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ലവിലേക്ക് വരെ നിങ്ങൾക്ക് സ്റ്റാൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു 80% ഇമ്പോർട്ടൻസ് കൊടുക്കാം, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അതാണ് കാണുന്നത്. കാരണം നിങ്ങൾ സ്റ്റക്ക് ആവുകയാണ്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ സോളിനെയും ശ്രദ്ധിക്കാതെ ആവുമ്പോൾ സ്റ്റക്കായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഹാങ്ഡ് മാൻ റിവേഴ്സാണ് കാണിക്കുന്നത്. ക്രൗൺ ചക്ര ഓപ്പൺ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ പ്രത്യേകം ഒരു കളർ വരിക, പല കളേഴ്സ്, ബ്ലൂ കളറ്, വൈറ്റ് കളറ്, യെല്ലോ കളർ കാണാം. ക്രൗൺ ചക്ര ഓപ്പൺ ചെയ്യുമ്പോൾ ക്രൗണിൻ്റെ കളേഴ്സായിട്ടുള്ള പേർപ്പിൾസും ഗോൾഡൻ ലൈറ്റ് പലർക്കും പല രീതിയിൽ ഇങ്ങനെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്രൗൺ ചക്ര ഓപ്പണിങ് നടക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിന്ന് കടന്നു വരിക. 8 of Swords, മറ്റുള്ളവർ മാനിപ്പുലേഷനിൽ നിന്ന് കൊടുക്കാതിരിക്കുക. മാനിപ്പുലേഷൻ എന്തിനാണ്, നിങ്ങളും ചെയ്യാതിരിക്കുക, നിങ്ങളാൽ ചെയ്യപ്പെടാതിരിക്കട്ടെ കേട്ടോ. കാരണം മാനിപ്പുലേറ്റ് ചെയ്യരുത്, ഒരു സോളിനെ വേദനിപ്പിക്കരുത്. അക്കൗണ്ട് ക്രിയേറ്റഡ് ആവും അവിടെ. അപ്പോൾ ഓരോരുത്തരുടെ ലൈഫ് അവർ അങ്ങനെ തന്നെ വിട്ടുകൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുക. എനിക്ക് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ജൂൺ കഴിഞ്ഞു, ജൂണിൽ നിന്ന് ജൂലൈയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ജൂണിനേക്കാളും കൂടുതൽ ഞാൻ ഇമ്പ്രൂവ് ആവേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ്, എൻ്റെ മാനസികമായിട്ട് ഹീൽ ചെയ്യാനും ശാരീരികമായിട്ട് ഹെൽത്ത് വൈസ് സോൾ റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഓരോ രീതിയിലും ഞാൻ ഹീലാവുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആവുക. 8 of Swords കാണിക്കുന്നു. Ace of Cups റിവേഴ്സ് ഉണ്ട്. നമുക്ക് ഷോർട്സിൽ എന്താ കാണിച്ചത്, Ace of Cupsൻ്റെ ഒരു എനർജിയാണ്, ഒരു പുതിയ സ്റ്റാർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ മാനിപ്പുലേഷൻ എനർജിയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ പ്രത്യേകിച്ച് സ്റ്റാർട്ട് വന്നാലും നല്ല രീതിയിൽ പോകുന്നതായിട്ട് കാണുന്നില്ല. കാരണം നിങ്ങൾ മറ്റുള്ളവരെ വാക്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായത്തിലേക്ക് വരിക, ബേസ് സ്ട്രോങ് ആക്കുക. നിങ്ങളുടെ ബേസ് സ്ട്രോങ് അല്ലെങ്കിൽ റൂട്ട് ചക്ര ഇംബാലൻസ് ആണെന്ന് മനസ്സിലാക്കാം. റൂട്ട് ചക്ര ഇംബാലൻസ് ആകുമ്പോൾ ശരീരത്തിൽ കംപ്ലീറ്റ് വേദനകൾ, കടച്ചലുകൾ, പെയിൻ, ഇച്ചിങ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ റൂട്ട് ചക്ര ഇംബാലൻസ് ആണെന്ന് നിങ്ങളുടെ ശരീരം പറയുന്നതാണ്. അപ്പോൾ ഒരുപാട് മെഡിസിൻ കഴിച്ച് അതിനെ സപ്രസ് ചെയ്ത് വെക്കുകയല്ല ചെയ്യേണ്ടത്. എവിടെയാണോ ബാലൻസ് ഇല്ലാത്തത് അതിൻ്റെ ബാലൻസ് കൊണ്ടുവരാനുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. കാരണം ഇതിൽ റൂട്ട് ചക്ര, ഹാർട്ട് ചക്ര, സോളാർ പ്ലസ് ചക്രയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ മന്തിൽ ആ ഒരു ചക്രാസിലേക്കൊക്കെയാണ് കൂടുതൽ ചേഞ്ചസ് വരുന്നത്. മജീഷ്യൻ കാർഡ് ഉണ്ട്, നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാം. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഡ്രീംസ് കൊണ്ടുപോകാനുള്ള എല്ലാതരം ഓപ്ഷൻസും യൂണിവേഴ്സ് തരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ നോക്കുന്നില്ല? നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുക. സോഷ്യൽ മീഡിയ ഫീവറിലേക്ക് പോകാതിരിക്കുക കേട്ടോ. നമ്മൾ സ്പിരിച്വൽ ജേർണിയിലേക്ക് വരുമ്പോൾ സോഷ്യലിൽ നിന്നൊക്കെ കുറച്ച് കടക്കാം. സോഷ്യൽ മീഡിയ ഈസ് ഇക്വൽ ടു ഇല്യൂഷൻ. അവിടെ അവരുടെ നല്ല ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. ആരെങ്കിലും വിഷമമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു മായാലോകമാണത്, മനസ്സിലായി. അപ്പോൾ അത് ഇല്യൂഷനാണെന്ന് മനസ്സിലാക്കുക. ഇല്യൂഷണറി വേൾഡിൽ അധികം പോയി പെടാതിരിക്കാം. കൂടുതൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ടൈമൊക്കെ വെച്ച് ഒന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മെല്ലെ കുറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിക്കുക. അപ്പോൾ ആദ്യം നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ കുറച്ച് സങ്കടമൊക്കെ വരാം. മൂൺ കാർഡ് പോലെ നിങ്ങളുടെ ഇന്നർ ചൈൽഡ്സ്, മദർ റിലേറ്റഡ് ആയിട്ടുള്ള മദർ വൂൺസ് ഇതൊക്കെ മുകളിലേക്ക് വരാം. അപ്പോൾ മനസ്സിലാക്കുക, അമ്മേനെ ഞാൻ ഈ ഉള്ള സമയത്ത് വേദനിപ്പിച്ചിട്ടുണ്ടോ, അമ്മ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ, എൻ്റെ ഇന്നർ ചൈൽഡിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ അമ്മമാർ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അമ്മമാരോ അല്ലെങ്കിൽ വല്ല ആയമാരൊക്കെ ആയിരിക്കും നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ
അത് മനസ്സിലാക്കുക. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സമയം നിങ്ങൾക്ക് തരാതെ ഇരുന്നത്. അതിന് നിങ്ങൾ ദേഷ്യവും ഇന്നർ ചൈൽഡ് മുറിവ് കാണിക്കാതിരിക്കുക. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ആ സമയത്ത് കിട്ടാതെ, ഏത് ഏജിലാണോ നിങ്ങൾക്ക് കിട്ടാതെ പോയത് അതെടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹാപ്പി. അപ്പോൾ ഈ മദർ വൂൺസ്, ഈ ഒരു മൂൺ കാർഡ് നല്ല പോസിറ്റീവായിട്ട് വരും. സണ്ണ് പോലെ വരും കാണിക്കും. ഇപ്പോൾ മൂണാണ്, ഇപ്പോൾ സണ്ണായി കഴിഞ്ഞാൽ പോസിറ്റിവിറ്റിയിലേക്ക് മാറും. ആൻഡ് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യലായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ, കുറേ നാളായിട്ട് ഒരു ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ കൂടി ചേർന്ന് എന്തെങ്കിലും ബൊട്ടിക്ക് തുടങ്ങണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നല്ല ചാൻസസ് ഉണ്ട്. ഈ ഒരു മന്ത് നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കൂ. ആൻഡ് നിങ്ങൾ ഈ ഒരു എനർജിയിൽ കടക്കൂ. നിങ്ങൾ ഓവറായിട്ട് ബർഡൻ ആവാതിരിക്കുക. സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിന് ആകെ തലയിൽ ഭാരമാണ്. വെറുതെ ഭാരങ്ങൾ ഏറ്റുവെക്കുന്നതിനാണ്. നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 80% ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവിടെ വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബർഡൻ തന്നെ വരുള്ളൂ. ആളുകൾ ആരും മനസ്സിലാക്കില്ല. എല്ലാവരും യൂസ് ആൻഡ് ത്രോ ആണ് ഇപ്പോഴത്തെ ഒരു എനർജിയിൽ കാണുന്നത്, പണ്ടത്തെ പോലെയല്ല. മനസ്സിലായി? അപ്പോൾ അതിൽ കുറച്ച് പേരുണ്ടാവും നല്ല ആത്മാർത്ഥമായിട്ടുള്ളവർ, മനസ്സിലായി, അവരെ ചൂഷണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാർഡിൽ ആരൊക്കെയോ ചൂഷണം ചെയ്തിട്ട് വേദനിച്ച് മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു 10 of Wands കാർഡാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് തല പൊക്കാനേ താല്പര്യമില്ല. അത്രയും ഈഗോ, അല്ലെങ്കിൽ ഇവർ ഈഗോ ഡെത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. തല കുനിക്കുന്നത് എപ്പോഴാണ്? അത്രയും ലൈഫിൽ എന്താ പറയുക, സ്ട്രഗിൾസ് വരുന്നത് കൊണ്ടാണ്. ഇതിലൊരു ചെറിയൊരു എനർജിയിൽ 2 of Cups കാണിക്കുന്നു. ആരൊക്കെയോ റിയൂണിയൻ എനർജിയിൽ വരുന്നു, കൂടിച്ചേരാൻ പോകുന്നു. നിങ്ങളുടെ ആൽക്കമി, നിങ്ങളുടെ ബാലൻസ് ചക്രാസ് ബാലൻസിലേക്ക് ആവുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്, വളരെ ഹാപ്പി ഉണ്ട് അത്. ആൻഡ് കൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ ഓഫേഴ്സൊക്കെ ആയിട്ട് ഓരോരുത്തർ വരുന്നത്. കർമ്മ അക്കൗണ്ട് വന്ന് മനസ്സിലാക്കാം. നിങ്ങൾ നന്നായിട്ട് ഹീൽ ചെയ്തിട്ടാണെങ്കിൽ ഈ വരുന്ന ആളുകൾ പെർമനൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾ ഹീലിംഗ് അല്ല, ജസ്റ്റ് ഒന്ന് ജേർണി വന്നിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 4 years എങ്കിലും നിങ്ങൾ ഹീലിംഗ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഹീൽഡ് ആയവരാണെങ്കിൽ വരുന്ന ആളുകൾ നല്ലൊരു കോൺട്രാക്റ്റ് ആയിട്ടായിരിക്കും. അല്ല കുറച്ച് നാളെ കൊണ്ട് ഈ ജേർണി വന്നു അപ്പോൾ തന്നെ ഒരുപാട് അക്കൗണ്ട്സ് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അക്കൗണ്ട് സെറ്റിൽമെൻറ്റ് ചെയ്യാനുള്ളതാണ്. അല്ലാതെ അവരെന്നെ സ്നേഹിക്കാൻ വരുന്നതാണ്, ഓഫർ ചെയ്യാൻ വരുന്നതാണ്, ഞാൻ ആഗ്രഹിച്ച ജീവിതം തരാൻ വരുന്നതാണ് എന്ന് നോക്കിയിരിക്കുന്നവർക്ക് അവർ അതൊക്കെ കാണിക്കും, പിന്നെ വിട്ടുപോകും. കാരണം ആദ്യം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടി ജീവിതം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, എന്നെ നിങ്ങൾ ആശ്രയിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മായാലോകവും 8 of Cups, റിജക്ഷൻ എന്ന വൂൺസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിലീസ് ചെയ്ത് പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഈ മായാലോകമാണ് കാണിക്കുന്നത്. ഈ മായാലോകത്ത് പോയി കഴിഞ്ഞാൽ ഒക്കെ നിങ്ങൾക്ക് തല തിരിഞ്ഞ പോലെ ആയിരിക്കും അവസ്ഥ. ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നും പറയുന്ന പോലെ, ദെൻ നിങ്ങൾക്ക് ക്യൂൻ ആൻഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആവാനുള്ള എനർജീസ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നു. അപ്പോൾ ജൂലൈ നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസ് കൊണ്ടുവരുന്നു, ഫിനാൻസ് കൊണ്ടുവരുന്നു. കൂടെ നിങ്ങൾ ആരാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ആരാണ് എന്നെ അടിച്ചമർത്തുന്നത്, എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണോ എന്നെ താഴ്ത്തി കിട്ടുന്നത്, അവരെ കൂടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ എനർജിയിൽ നിന്ന് കടക്കണം. അങ്ങനത്തെ എനർജിയിൽ നിന്ന് കടക്കുക, ബൗണ്ടറി സെറ്റ് ചെയ്യുക. അത് എത്ര വലിയ ബന്ധമാണെങ്കിലും നമ്മുടെ താഴ്ത്തുന്ന എനർജി ഒരിക്കലും നല്ലതല്ല, ഒരു ഡബിൾ എനർജിയാണെന്ന് മനസ്സിലാക്കുക. ആൻഡ് എംപറർ കാർഡാണ് കണ്ടത്. എംപറർ കുറച്ച് ഈഗോയിലൊക്കെ ആയിട്ട് ഒരു ഇമോഷണലി സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു പേഴ്സൺ, ഒരുപാട് വിസ്ഡംസ്, പ്രായം, എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു പേഴ്സൺ എംപറർ കാണിക്കുന്ന. റൂട്ട് ചക്രയെ പറയുന്നു, ബാലൻസിനെ പറയുന്നു 4. ഇവർക്ക് കണ്ടോ അങ്കും ഇതൊക്കെ പിടിച്ചിരിക്കുന്നത്. ഡേനോ അവർക്കറിയാം എങ്ങനെ ആളുകളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രിക്റ്റ് ഫാദറെയാണ് കാണിക്കുന്നത്. പുറത്ത് ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്യുള്ളൂ, പക്ഷെ ഉള്ളിൽ ഭയങ്കര ശുദ്ധമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഒരു ഫാദർ വൂൺസും മദർ വൂൺസും ഈ സമയത്ത് റിലീസായി പോകാൻ ചാൻസസും കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുക. സോഡ് പ്രോപ്പറായിട്ട് ചിന്തിക്കുക. ഈ സോഡ്സ് വന്ന് 8ഉം 7ഉം ഒക്കെയാണ് അല്ലേ? അതിനർത്ഥം എന്താണ്? ചിന്തകൾ ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങളെ ആരൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നപ്പോൾ എനിക്കിതിന്ന് കടന്നു പോകാൻ സാധിക്കില്ല. മാരീഡാണ്, വളരെയധികം ക്രൂഷ്യലായിട്ട് പോകുന്നവരാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഫോർ ഡിവോഴ്സ് ഓർ സെപ്പറേറ്റഡായി നിൽക്കാം. ഞാൻ മാരേജ് ചെയ്തു, എനിക്കൊന്നും പറ്റില്ല, അങ്ങനെ ഒരു പെട്ടു പോകുന്നൊരവസ്ഥയേ ഇല്ല. നമ്മൾക്ക് എവിടെയാണ് സാറ്റിസ്ഫൈഡ് അല്ലാതെ അവിടുന്ന് മാറി ചിന്തിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിനെ ബാധിക്കും. ആരോഗ്യത്തിനെ ബാധിച്ച് നിങ്ങൾക്കാണ് നഷ്ടം വരുന്നത്. ആ ഒരു പാർട്ട്ണറിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അവർ വേറെ സെൽഫ് ലവിലേക്ക് ഓരോ ഇഷ്ടങ്ങളിലേക്ക് പോകും. സോ നിങ്ങളുടെ ലൈഫ് കളയാതിരിക്കുക. ലൈഫ് ഈസ് വെരി ഷോർട്ടാണ്. അതായത് യൂണിവേഴ്സ് പറയുന്നത് വളരെ ചെറിയൊരു ഭൂഗോളം, ഒരു കുമിള പോലെ നമ്മുടെ ജീവിതമുള്ളൂ. അവിടെ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. കണ്ടോ, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് പ്രോപ്പർ പേഴ്സൺസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ആളുകൾ നിങ്ങളെ കബളിപ്പിക്കാനും നിങ്ങളെ പറ്റിക്കാനുമായിട്ട് വരുന്നത്. ഇന്നോച്ചായിട്ടുള്ള പേജ് ഓഫ് കപ്സ് ഉണ്ട്. വളരെ ഷോർട്ട് ടൈമിൽ റിലേഷൻഷിപ്പായിട്ട് വരുന്ന ആളുകളാണ്. നിങ്ങൾക്ക് അങ്ങനെ മതിയെങ്കിൽ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ലോങ് ലാസ്റ്റ് ആയിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലത്തെ ആ ചിന്തകളും ലിമിറ്റഡ് ബിലീവ്സിനൊക്കെ ഒന്ന് മാറ്റിയാൽ
മാത്രമേ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ചിന്തയിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ ആ ഒരു ജീവിതം മാറുള്ളൂ. കടങ്ങൾ വരുന്നു, അങ്ങനെ പല സിറ്റുവേഷൻസ് പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലിമിറ്റഡ് ബിലീവ്സ് ആണ്, എനിക്കൊന്നും കൊണ്ട് സാധിക്കില്ല, എൻ്റെ ലൈഫ് പോയി, ദൈവം എന്താണ് എനിക്ക് തരുന്നത്, ദൈവം ഒന്നും തരുന്നില്ല, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കണക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ടാരോ റീഡിങ്ങിലൂടെ ഞാൻ നിങ്ങളിലേക്ക് പാസ് ചെയ്ത് തരുന്നത്. അത് വലിയൊരു വലിയൊരു വിസ്റ്റമാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് ഈസി ആയിട്ട് ഗ്രോ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇത്. ഇനി നമുക്ക് ഏഞ്ചൽ ആൻസേഴ്സും കൂടി എടുത്തിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ലൈവ് ചെയ്തപ്പോഴേ അതിലൊരു നെഗറ്റീവ് കമൻറ്റ് കണ്ടു. അപ്പോൾ എൻ്റെ ഇൻറ്റ്യൂഷൻ എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് ലൈവ്സ് സ്റ്റോപ്പ് ചെയ്യണമെന്ന്. അപ്പം എനിക്ക് ഇൻറ്റ്യൂഷൻ കറക്റ്റ്ലി പറഞ്ഞു, നീ 1 hour ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് ഹീൽ ചെയ്യാൻ കൊടുക്കുമ്പോൾ അവർ എത്ര പേര് അത് കേൾക്കുന്നുണ്ട്, എത്ര പേര് അത് ഫോളോ ചെയ്യുന്നുണ്ട്, അപ്പോൾ നീ ഇനി ലൈവ് സ്റ്റോപ്പ് ചെയ്തോളൂ. കാരണം ടാരോ റീഡിങ്ങിന് അല്ലെങ്കിൽ സ്പിരിച്വൽ കാര്യങ്ങൾ വിശ്വസിക്കാത്തതും അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യുന്ന ആളുകളിലേക്ക് നീ എത്തിക്കുന്നതിൻ്റെ കർമ്മ ഞാൻ അനുഭവിക്കേണ്ടി വരും. സോ അതുകൊണ്ട് ലൈവ് റീഡിങ് ഞാൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. മെമ്പർഷിപ്പ് ലൈവ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അവിടെ ഇത് സ്പിരിച്വലി അറിയുന്ന ആളുകൾക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. കഴിഞ്ഞ ലൈവിൽ ഒരു മോശം കമൻറ്റ് എനിക്ക് വന്നിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറയുന്ന അനുസരിച്ച് അതിങ്ങനെ നമ്മളെ കളിയാക്കുന്ന രീതിയിലുള്ള സ്മൈലീസ് അയച്ചുകൊണ്ടിരിക്കും. മേ ബി എന്തെങ്കിലും കുഞ്ഞ് അക്കൗണ്ട് ആയിരിക്കും അവരുമായിട്ട്, പക്ഷെ അത് ടാരോ റീഡിന് ഞാൻ അത് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എനർജി എക്സ്ചേഞ്ച് ഇല്ലാതെ പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എനർജി ആ ഒരു കാർഡിനും എനിക്കും അത് ബാധിക്കും. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ലൈവ് റീഡിങ്. അപ്പോൾ ഇനി ലൈവ് റീഡിങ് എന്താ ഉണ്ടാവുകയെന്നൊന്നും മെസ്സേജ് ചെയ്യേണ്ട. ലൈവ് റീഡിങ് സ്റ്റോപ്പാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ എടുക്കാം. മെമ്പർഷിപ്പ് ലൈവ്സ് ഉണ്ടായിരിക്കും. അത് മെമ്പർഷിപ്പിൽ വരുന്നവർ ഒന്നുകൂടി അതിനെ ആഗ്രഹിക്കുന്നവരാണ്. കുഞ്ഞ് പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. സോ താങ്ക് യു. ഇനി നമുക്ക് ഏഞ്ചൽ ആൻസേഴ്സ് നോക്കാം. ഏഞ്ചൽ ആൻസേഴ്സ് ലെറ്റ് ഗോ എന്ന കാർഡാണ്. കാരണം സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെ തട്ടിക്കളിക്കുന്നവർ അറിയാത്തതും അല്ലെങ്കിൽ അറിഞ്ഞ് വേറെ വേറെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളായിരിക്കും. അവരുടെ ഉള്ളിൽ കുറച്ച് സ്പിരിച്വൽ എന്നല്ല, ആ ഒരു വൺനെസ് ഉണ്ടാവില്ല. സ്വാർത്ഥരായ ആളുകളായിരിക്കും, കുറച്ച് ഈഗോസ്റ്റിക് ആയിരിക്കും ആളുകളായിരിക്കും. അപ്പോൾ നമ്മുടെ കാർഡിൻ്റെ ഓറ നഷ്ടപ്പെടും എനർജി വരുമ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ. ലിസൺ ടു ഇൻറ്റ്യൂഷൻ. യെസ്, ഞാൻ എപ്പോഴും എൻ്റെ ഇൻറ്റ്യൂഷനെ ലിസൺ ചെയ്യാറുണ്ട്. നിങ്ങളും അതുപോലെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കുക. ദർ ഈസ് സംതിങ് ബെറ്റർ. യെസ്, വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, കുറച്ച് ആഴ്ചകൾ, യെസ്, വിത്തിൻ ഈ 1-2 വീക്സിനുള്ളിലാണ് ഈ എനർജീസ് വരുന്നത് കേട്ടോ. ഹെൽപ്ഫുൾ പീപ്പിൾ, മറ്റുള്ള സഹായിക്കുക, സഹായം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും. ഹെൽത്ത് കണ്ടോ, ഞാൻ പറഞ്ഞില്ല, ഹെൽത്തിന് വരുന്ന ഇംപ്രൂവിങ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. യെസ്, ബിഗ് ഹാപ്പി ചേഞ്ചസ് അബണ്ടൻസ്, ഇറ്റ്സ് അപ്പ് ടു യു. ഓക്കെ, ദീസ് ആർ ദ മെസ്സേജസ് ഫോർ യു ഓൾ. സോ നല്ല മെസ്സേജസ് ആണ് യൂണിവേഴ്സ് തന്നിട്ടുള്ളത്. ഇത് ചുമ്മാ കേട്ട് ഒരു വീഡിയോ കേൾക്കുന്ന പോലെ കേട്ട് പോകാതിരിക്കുക. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് എവിടേക്കാണ് ചേഞ്ചസ് കൊണ്ടുവരാനുള്ളത്, ജസ്റ്റ് കൊണ്ടുവരിക, റിസീവ് ചെയ്യുക, യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ പേഴ്സണൽ റീഡിങ്സോ ഹീലിങ്സോ സബ്-കോൺഷ്യസ് ഹീലിങ്സ്, ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യാനോ ഹീൽ ചെയ്യാനോ കോഡ് കട്ടിങ്സ് ഒക്കെ വേണമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ കർമ്മ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് റീഡിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഒരുപാട് ആകാശ റെക്കോർഡ്സ് റീഡിങ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് 20-25 ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. കോഡ് കട്ടിങ്സും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ടാരോ കോഴ്സ് പഠിക്കാനുള്ളവർക്ക് ഈ ഒരു ജൂലൈയിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 days ബാക്ക് ഒന്ന് നോക്കുക, ഡേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടാരോ കോഴ്സ് പഠിക്കാനുള്ളവർക്കും ജോയിൻ ചെയ്യാം. 9th ബാച്ചാണ് കേട്ടോ. ഗൂഗിൾ മീറ്റ് ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് റീഡിങ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടെ ഇന്നലെ ഒരു പേൾ ബ്രേസ്ലെറ്റ് ആൻഡ് ഫോർഗീവ്നെസ് ബ്രേസ്ലെറ്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. പേൾ ബ്രേസ്ലെറ്റ് നല്ല പേളാണ്, നല്ല ഒറിജിനൽ പേൾ പോലത്തെയാണ്, സെമി പ്രഷ്യസ് സ്റ്റോൺസ് ആണ്. അപ്പോൾ നിങ്ങളെ കാമാക്കാനും നിങ്ങളുടെ എനർജി കണക്ട് ചെയ്യാനും പേൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു പേൾ ബ്രേസ്ലെറ്റ് വേണമെന്നുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ജൂലൈ നല്ലൊരു ബ്ലെസ്സിങ്സും ഈ ഒരു റീഡിങ്സ് നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ട്, ഇതിലത്തെ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, സോ താങ്ക് യു.